ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബ്രൈറ്റർ സൈഡ്. ഒരു പുതിയ ലൈഫ് ഹാക്കുമായിട്ടാണ് ബ്രൈറ്റർ സൈഡ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളേവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ് അയൺ ബോക്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറ, അല്ലെങ്കിൽ എന്തെങ്കിലും കരിഞ്ഞിട്ട് അതിൻ്റെ പുറത്തുണ്ടായിരിക്കുന്ന ഈ പാടുകൾ മാറ്റുക എന്നുള്ളത് നമുക്ക് ഏവർക്കും ഒരിക്കലെങ്കിലും ഒരു ചലഞ്ചായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഒരു ചെറിയൊരു ട്രിക്കുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതിനാവശ്യമായിട്ടുള്ളത് 1-2 പാരസെറ്റമോൾ ടാബ്ലറ്റ്സ് ആണ്. 2-3 എടുത്തോളൂ. കാരണം ആദ്യം ഒന്ന് യൂസ് ചെയ്താൽ പിന്നെ അത് കയ്യിൽ വെച്ച് അത് വൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അയൺ ബോക്സ് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം കഴിവതും പോയിന്റിൽ നിന്ന് മാറ്റുന്നതായിരിക്കും സേഫ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത് എൻ്റെ അയൺ ബോക്സാണ്. ഞാനൊരു പാരസെറ്റമോൾ എടുത്തു. അത് നന്നായിട്ട് ചൂടാക്കണം. നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം എന്തെങ്കിലും വെച്ചിട്ട്, ഞാനിപ്പോൾ കൈ വെച്ചാൽ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വച്ചിട്ട്, ഒരിക്കലും കൈ കൊണ്ട് ചെയ്യരുത്, എന്തെങ്കിലും വെച്ചിട്ട്, എനിക്കത് ഹാൻഡി ആയിട്ടുള്ളൊരു സാധനം കിട്ടിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പിക്കർ വെച്ചിട്ട് അത് ചെയ്തേനെ. എന്നിട്ടിത് നന്നായിട്ട് അതിൻ്റെ പുറത്തുകൂടെ വൈപ്പ് ചെയ്യുക. വൈപ്പ് ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്കത് ഇളകി വരുന്നതായിട്ട് കാണാൻ പറ്റും. എന്താ പറയുക, ഒരു ലിക്വിഡ് പോലെ ഇങ്ങനെ ഉരുകി വരും ഈ ഇതിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു കറ. അപ്പോൾ നമ്മൾ ഒരു പാരസെറ്റമോളോ അല്ലെങ്കിൽ ഡോളോ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്ലോയിൽ വയ്ക്കുക. അപ്പോൾ അത് തിളച്ചു തുടങ്ങുന്ന പോലെ നമുക്ക് കാണാൻ കഴിയും. ആ ഗുളിക അവിടെ നിന്ന് ഉരുകി ഈ കറയിൽ മിക്സ് ചെയ്ത് അത് ഒരുമിച്ചിങ്ങനെ ഇളകി വരും. അത് ആദ്യം ഇച്ചിരി പാടായിരിക്കും. ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ സ്ലൈഡ് ചെയ്താൽ അതെല്ലാം ഇളകി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ 2-3 മിനിറ്റ് അത് ചെയ്യേണ്ടി വരും. അത് കറയുടെ ഇതുപോലെ ഇരിക്കും. ഇത് ഏകദേശം ഒരു 8 മാസത്തെയോ കറയുണ്ട് അതിൽ. ഇറ്റ്സ് ആൾമോസ്റ്റ് മോർ ദാൻ 5+ ഇയേഴ്സ് കറയുണ്ടായിരുന്നു. സോ ഇത് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടു കാണും. ഓരോ ഇതായിട്ട് അടുത്തൊരു സ്ട്രിപ്പ് എടുത്തിട്ട് ടാബ്ലറ്റ് എടുക്കുക. അതിനുശേഷം ഒന്ന് വൈപ്പ് ചെയ്യുക. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഇച്ചിരി ടൈം എടുക്കും. അത് കറ കുറവാണെങ്കിൽ പെട്ടെന്ന് മാറും. ഇല്ലെങ്കിൽ കറ വർഷങ്ങളുടെ കറയുണ്ടെങ്കിൽ മേ ബി മാക്സിമം 4-5 മിനിറ്റ്സ് എടുക്കും. അത് സൂക്ഷിച്ച് വയ്ക്കുക. ഒരു പിക്കർ ഉണ്ടെങ്കിൽ എളുപ്പമാണ്. ഇല്ലെങ്കിൽ ഒരു തുണി എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങളിങ്ങനെ ചെയ്യുക. ഒരിക്കലും പോയിൻ്റ് കണക്ട് ചെയ്യാതിരിക്കുന്നതാണ് സേഫ്. കാരണം ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ഷോക്ക് ഏൽക്കാൻ പാടില്ല. ആ രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് മാറ്റാൻ സാധിക്കും. അത് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്താൽ, ഒരിക്കലും കുഞ്ഞുങ്ങളോട് ചെയ്യുന്നത് ഒഴിവാക്കുക. നമ്മൾ തന്നെ എന്തെങ്കിലും ഹാൻഡി ആയിട്ടുള്ള ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിടിക്കുക. ടാബ്ലറ്റ് 2 കൂടുതൽ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആദ്യത്തെ ടാബ്ലറ്റ് പെട്ടെന്ന് പോയാൽ പിന്നെ നമ്മുടെ കൈ ചൂടാകും. അപ്പോൾ അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു പിക്കർ എന്തെങ്കിലും വേണം. ഇങ്ങനെ മേലോട്ട് വയ്ക്കുമ്പോൾ അത് വളരെ ഭംഗിയായിട്ട് മാറുന്ന കാണാൻ സാധിക്കും. ഇത് ഇച്ചിരി പഴക്കമുള്ളതാണ്, വർഷങ്ങൾ പഴക്കമുള്ള അയൺ ബോക്സാണ്. ഈ ട്രിക്ക് ഞാനും പഠിച്ചത് അടുത്തിടെയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ അയൺ ബോക്സിലും ഇത് വർക്കിംഗ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ ടൈം എടുക്കുന്നത് വളരെ പഴയ കറയാണെങ്കിൽ മാത്രമേ ടൈം എടുക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് മാറും. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളിത് എല്ലാവരോടും ഷെയർ ചെയ്യണം. ഒരുപക്ഷെ നമ്മളൊക്കെ പലരും ഇത് മറ്റുകൊണ്ട് ചുരണ്ടി മാറ്റുന്നൊരു രീതിയുണ്ട്. എന്നാൽ ഇതിൽ നമുക്ക് വളരെ ഈസി ആയിട്ട്